أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും രഹസ്യപരസ്യ മേഖലകളിലുമെല്ലാം ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ സാധാരണ ചിലരോടെങ്കിലും പങ്കുവെക്കാറുള്ള ചില വിഷമങ്ങളാണ്. ചില ആളുകളെങ്കിലും മറ്റുള്ളവരോട് പറയാതെ സ്വന്തം മനസ്സിനോട് പറഞ്ഞ് സങ്കടപ്പെടുന്ന ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്റെ മനസ്സ് വല്ലാതെ കഠിനമായി പോയിരിക്കും. ആരാധനകൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് നിസ്കരിക്കാനൊക്കെ നിന്നു കഴിഞ്ഞാൽ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല. മനസ്സ് എവിടൊക്കെയോ പാറിപ്പാർക്കുന്നു. ഒന്നിനും ഒരു മനസ്സംതൃപ്തി ലഭിക്കുന്നില്ല. ചിലർ പറയാറുള്ളത് മനുഷ്യ മനസ്സുകൾക്ക് ശിഫയാണ്, ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്നൊക്കെ അറിയാം. എന്നാലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ മറ്റുള്ള ആരെങ്കിലും പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും മനസ്സിൽ കൊള്ളാറില്ല. ചിലർ പറയാറുള്ളത് എന്റെ ഈമാൻ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഒരുപാട് താഴേക്ക് ഡൗണായി പോയിരിക്കുന്നു. ചിലര് പറയാറുള്ളത് ഞാൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ദിനേന എന്നോണം അറിയാതെ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന അല്ലെങ്കിൽ സ്വന്തം മനസ്സിനോട് പറഞ്ഞ് സങ്കടപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കെല്ലാമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈമാനാണ്. ആ ഈമാൻ നമ്മളിൽ നിന്ന് കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് നന്മകളോട് താല്പര്യമില്ലാതിരിക്കുക. തന്റെ പരിസരത്ത് ഇഷ്ടംപോലെ നല്ല നല്ല വൈജ്ഞാനിക സദസ്സുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും ചിന്ത പോണില്ല. അപ്പോഴും ദുനിയാവിന്റെ പിന്നാലെയാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഞാനൊരു മുസ്ലിമാണെന്ന് ആർജവത്തോടെ പ്രഖ്യാപിക്കുക, ഇവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്തിന്റെ സംഘടനകളുണ്ട്, കൂട്ടായ്മകളുണ്ട്. അവിടേക്കൊന്നും പോകാൻ നമ്മുടെ മനസ്സ് ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. എന്താണ് ഇത്തരം നന്മകളിൽ നിന്ന് നമ്മെ അകറ്റുന്നത്? പറയപ്പെടാൻ ഒരു ജുമാക്ക് വരുന്നുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന് വേണ്ടി ആഴ്ചയിൽ 168 മണിക്കൂറിൽ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന നന്മ എന്താണ്? ഇത് ഈ ഇരിക്കുന്ന ബുദ്ധിയുള്ള ഓരോ വിശ്വാസികൾ ആലോചിക്കുക. നിങ്ങളെല്ലാ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഫിത്നകളും ഒക്കെ മാറ്റിവെച്ചോ. നമ്മൾ സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് ആലോചിക്കുന്നിടത്തു നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ മാറണം.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വല്ലാത്തൊരു വാക്ക് ഇങ്ങനെയാണ്, ഹസിബു ഖബ്ല അൻ തുഹാസബു. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവനാണ് നീയെങ്കിൽ ആ വിചാരണ കോടതിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ഒന്ന് ഒറ്റയ്ക്ക് മാറിയിരുന്ന് തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരുന്ന് തന്റെ റബ്ബിന്റെ പരലോകത്തെക്കുറിച്ച്, തന്റെ ഖബറിനെ കുറിച്ച്, തന്റെ റബ്ബിന്റെ മുന്നിലുള്ള നൃത്തത്തെക്കുറിച്ച്, ആ സിറാത്ത് പാലത്തെക്കുറിച്ച്, ആ തലനാരി ഇളകീറിയുള്ള വിചാരണയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ ഒരു കോടതി കൂട് പണിഞ്ഞ് അതിൽ നിന്നെ തന്നെ നീ കയറ്റി നിർത്തി ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത ചില ചോദ്യങ്ങൾ നിന്നോട് നീ ചോദിക്കണം. ഏത് വരുന്നതിന് മുമ്പ്? യഥാർത്ഥ വിചാരണ വരുന്നതിന് മുമ്പ്. എന്തിനു വേണ്ടിയാണ്? അവിടെ രണ്ട് ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും ആ ശക്തമായ വിചാരണയിൽ. ഒന്നെന്തെന്നറിയോ? ഈ പോക്ക് ശരിയാണോ എന്നുള്ളതാണ്. ഇങ്ങനെ പോയാൽ എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ വിജയിക്കുമോ എന്നുള്ളതാണ് ആ ചിന്തയിൽ നിന്ന് ഒന്നാമത് വരുന്ന ചോദ്യം. രണ്ടാമത്, ഈ പോക്ക് ശരിയല്ലെങ്കിൽ എനിക്ക് നന്നാകണ്ടേ എന്ന് നമ്മുടെ മനസ്സ് ചോദിക്കും. അങ്ങനെ ഒരു ചിന്ത നമ്മളെടുത്ത് പലപ്പോഴും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സഹാബിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് റസൂലുള്ളാഹിക്ക് അറിയാം. എന്നാലും എന്തെങ്കിലും ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ കയ്യിലെടുക്കുക എന്നുള്ളത് പ്രവാചകന്റെ അധ്യാപന രീതികളിൽപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ചില സഹാബികളോട് പറയും, ഇന്നി ഉഹിബ്ബുക, താങ്കൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാം. നമ്മളെ ചില ആളുകളൊക്കെ ദീന് പറയുമ്പോൾ കണിശമായി ഗൗരവത്തോടെ മറ്റുള്ളവർക്ക് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത രൂപത്തിൽ സംസാരിക്കും. ഇതൊന്നും ദീനിന്റെ ഒരു സംസ്കാരമല്ല. ദീന് പറയുന്നുണ്ടോ അവിടെ നസീഹത്ത് ചേർത്തിരിക്കണം. ഉമർ ഇബ്നു ഖത്താബിനെ വിളിച്ചത് യബ്നൽ ഖത്താബ് എന്നാണ്. ഖത്താബിന്റെ മോനെ, താങ്കൾ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയണം എന്നാണ് പറഞ്ഞത് റസൂലുള്ളാഹി അദ്ദേഹത്തോട്. എന്താ വിളിച്ചു പറയേണ്ടത്? അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, സ്വർഗ്ഗത്തിലേക്ക് മുഅ്മിനീങ്ങളല്ലാതെ പ്രവേശിക്കില്ല എന്ന് ഉറക്കെ ജനങ്ങളോട് വിളിച്ചു പറയണം. അപ്പൊ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവും. വിശുദ്ധ ഖുർആനിൽ എത്ര വചനങ്ങളിലാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അല്ലാഹു വിളിച്ചിട്ടുള്ളത്? സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കാണാം, ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളി കേട്ടാൽ, ആയത്ത് കേട്ടാൽ അവർ ആയത്തിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധ കൊടുക്കുമായിരുന്നു. കാരണം എന്താ? അവര് പറഞ്ഞിരുന്നത് റബ്ബിന് നമ്മളോട് പ്രത്യേകിച്ച് എന്തോ പറയാനാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഖൽബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ തഖല്ലുബ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. എന്താ ഖൽബ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ശരിക്കും പരിശോധിച്ചു നോക്കിയാൽ കാണാം, ഒരു വെള്ളപാത്രത്തിൽ 100 ഡിഗ്രി വെള്ളം തിളച്ചു മറിയുന്നത് പോലെ മനുഷ്യ ഹൃദയം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാറി മറിയുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഖൽബിന് ആ പേര് വന്നത്. ഒരുപക്ഷെ ഈ പള്ളിയിലിരുന്ന് ഹുത്തുബ കേൾക്കുന്ന ഈമാനായിരിക്കൂല നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങിയുണ്ടാകുക. അങ്ങാടിയിലുള്ള ഈമാനായിരിക്കൂല ചിലപ്പോ കുടുംബക്കാരെ മുമ്പിൽ ചെന്നുണ്ടാവുക, ഒറ്റക്കാവുമുണ്ടാകുക. ഒരേ ഹൃദയത്തിന്റെ പല സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് ആ ഈമാനിലാണ്, ആ ഹൃദയത്തിലാണ് ഈമാനും തഖ്വയും കുടികൊള്ളുന്നത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. എത്ര സുന്ദരമായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. മസലുൽ ഖൽബി മസലുർ റീശ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യ ഹൃദയം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കിടക്കുന്ന ഒരു തൂവല് പോലെയാണ്. കാറ്റ് അവിടുന്ന് അങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് പാറും. ഇനി കാറ്റ് നേരെ വിപരീത ദിശയിൽ വന്നിക്കണമെങ്കിലോ അങ്ങോട്ട് പാറും. പിടുത്തല്ലാത്ത പോലെയാണ്. അതുകൊണ്ട് ആ ഹൃദയത്തിന് പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, അങ്ങനെ തന്നെ കട്ടികൂട്ടി പറയാം, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന രക്ഷിതാവേ സബ്ബിത് ഖൽബി. ഈ ഖുതുബ കേൾക്കുന്ന ഓരോ വിശ്വാസികളും ഇന്ന് ഇത് ചൊല്ലാത്ത ദിവസം കഴിഞ്ഞു പോകാൻ പാടില്ല. ഈമാൻ ഉണ്ടെങ്കിൽ. 100 ദിവസം
കാരണം പിഴപ്പിക്കുന്ന കക്ഷികൾ ഒരുപാടുണ്ട് ഇപ്പോ നമ്മളെ ചുറ്റും. അതിങ്ങനെ ദ്രംഷ്ടകൾ നീട്ടി പല്ലും നഖവും നീട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പിശാച് അന്നേ പറഞ്ഞിങ്ങനെ സിറാത്തുൽ മുസ്തഖീം ഞാൻ മനുഷ്യനെ തെറ്റിക്കുന്നു. നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന രക്ഷിതാവേ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിക്കണേ, അലാ ദീനിക്, നിന്റെ ദീനിൽ. ഏത് ദീനിൽ? എല്ലാ ദിവസവും നമ്മൾ റബ്ബിനോട് പറയുന്നില്ലേ, റദീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ. അല്ലാഹുവേ, നിന്നെ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ്, തൃപ്തനാണ്. നിന്റെ ദീന് കൊണ്ട് ഞാൻ തൃപ്തനാണ്. നീ അയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഞാൻ തൃപ്തനാണ്. ആ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തുക. ഇതാരാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്? ഭൂമിയുടെ തൊലിക്ക് പുറത്ത് ജനിച്ചിട്ടില്ല, ഇനി ജനിക്കില്ല, അത്രയും നല്ല മനുഷ്യന്റെ പ്രാർത്ഥനയാണെന്ന് ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്നത്. അപ്പൊ നമ്മൾക്ക് എത്ര പ്രാർത്ഥിക്കണം? അതുകൊണ്ട് ഈ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സ്വർഗവും നരകവും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ വാക്ക് പറഞ്ഞ ഭാഗത്ത് കാണാം, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അതേ സമ്പത്തോ മക്കളോ ഉപകാരപ്പെടാത്ത ലോകമാകുന്നു പരലോകം. അവിടെ ഉപകാരപ്പെടുന്നത് എന്താണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമുമായി അവിടെ എത്തിയവർക്കേ രക്ഷയുള്ളൂ. നിന്റെ സ്ഥാനമാനങ്ങൾക്ക് കൊണ്ട് അവിടെ രക്ഷപ്പെടൂല. എന്തുകൊണ്ടൊക്കെ മനുഷ്യർ ദുനിയാവിൽ കിബ്ർ നടിക്കല്, സമ്പത്തും മക്കളല്ലേ, അധികാരങ്ങളല്ലേ, അതൊന്നും അവിടെ ഉപകാരപ്പെടില്ല. എന്ത് ഉപകാരപ്പെടുള്ളൂ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ അവിടെ വിജയമുള്ളൂ. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. ഹൃദയത്തെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. ബനു ഇസ്രായേലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും എന്നാണ്. കാലഘട്ടം കുറെ മുന്നോട്ട് ബഹിർഗമിച്ചപ്പോ ഓലെ ഹൃദയം കട്ടിയായി പോയി. എത്രത്തോളം അറിയോ? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, 5000-ഓളം നബിമാർ നിയോഗിക്കപ്പെട്ട ജനതയാണ് ബനു ഇസ്രായേൽ. 5000-ഓളം നബിമാർ. ഈ 5000-ഓളം നബിമാരിൽ നിന്ന് ബഹുഭൂരിഭാഗം പ്രവാചകന്മാരെയും പച്ചക്ക് കൊന്നുകളഞ്ഞവരാണ് ബനു ഇസ്രായേൽ. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പ്രവാചകന്മാർ ദീന് പറയാൻ വേണ്ടി ജനങ്ങളിലേക്ക് വരുമ്പോ ആടിനെ അറക്കുന്നത് പോലെ അറുത്ത് കൊതിരുന്നതാണ്. എന്നിട്ട് ഓല കയ്യുമാകുന്ന രക്തമുണ്ടല്ലോ, ആ രക്തം അവർ കഴുകിക്കളഞ്ഞ് ആ മനുഷ്യനെ പ്രവാചകൻ അങ്ങനെ കൊന്നു എന്നുള്ള രീതി പോലുമില്ലാതെ കൈ കഴുകി കച്ചവടത്തിൽ അവർ വ്യാപൃതരായിരുന്നു. എന്തേ കാരണം? ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, ഹൃദയം കട്ടിയായി. ഹൃദയത്തെ ബാധിക്കുന്ന രണ്ട് മാരകമായ രോഗങ്ങളാണ് കൽബ് കട്ടിയാകലും അശ്രദ്ധമായ കൽബും. ഇത് രണ്ടാരിൽ വന്നോ ഒരു സ്വർഗം കെണി കാണൂല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു പ്രയോഗം ഇങ്ങനെയാണ്. അതായത് നരകം ഞാൻ ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും നിറക്കുന്നതാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ശരിക്കും ശ്രദ്ധിച്ചു, ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു. നരകം ജിന്നുവർഗത്തെ കൊണ്ടും മനുഷ്യവർഗത്തെ കൊണ്ടും ഞാൻ നിറക്കും. എന്റെ കാരണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ടായിരുന്നു, പക്ഷേ ചിന്തിക്കേണ്ടത് അവർ ചിന്തിച്ചില്ല. നല്ല മിടിക്കുന്ന ഹൃദയം ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ടതൊന്നും ഇക്കടെ കയറിയിട്ടില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാണാൻ കഴിയുന്ന കണ്ണുകളുണ്ട്, പക്ഷെ കാണേണ്ടത് കണ്ടില്ല. കേൾക്കാൻ കഴിയുന്ന കർണപുടങ്ങളുണ്ട്, കേൾക്കേണ്ടത് കേട്ടില്ല. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. അങ്ങാടി കൂടി നടക്കണ ഡ്രസ്സ് പോലെ ഇത്രയും കാലമായിട്ട് ബോധമില്ലാത്ത നാൽക്കാലികളുണ്ടല്ലോ, കണ്ടോടത്ത് കാഷ്ടിക്കുക, മൂത്രിക്കുക, ഇടചേരുക, തിന്നുക, കടന്നുറങ്ങുക, സമയ ചത്തുക, അല്ലേ? ഇങ്ങനത്തെ നാൽക്കാലികളെ പോലെയാണ് അത്ര. ചിന്തിക്കേണ്ടത് ചിന്തിക്കുകയും കേൾക്കേണ്ടത് കേൾക്കുകയും കാണേണ്ടത് കാണുകയും ചെയ്യാത്തവർ നമ്മളാരല്ല, നമ്മളെ റബ്ബാ പറയണേ.
നമ്മുടെ റബ്ബ പറയണേ, അല്ല പറയണം, നാൽക്കാലികൾക്ക് നാണക്കേടാകും ഇത്തരം ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെയാകാം. ബൽ ഹും അദൽ. സുബ്ഹാനല്ലാഹ്. അല്ല പറയാണ് അതിനേക്കാൾ പിഴച്ചവരാകുക. എന്തേ കാരണം? അതാ നമ്മുടെ വിഷയം. എന്താ കാരണം? ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ അശ്രദ്ധമായ ഹൃദയമുള്ളവരാണ്. അല്ലേ? നിസ്കാരശേഷം സുന്നത്തുണ്ടെന്നറിയാം, ഒരുപാട് നന്മയുടെ കൂട്ടായ്മകളുടെ പ്രവർത്തിക്കുന്നുണ്ടെന്നറിയാം, സ്വതക്ക കൊടുത്ത കൂലിണ്ടെന്നറിയാം, ഹജ്ജ് ചെയ്യണമെന്നറിയാം, പാവപ്പെട്ടവരെ സഹായിക്കണമെന്നറിയാം. പക്ഷെ ഈ നന്മയിലേക്കൊന്നും ശ്രദ്ധയില്ലാതെ ഖുർആൻ പറഞ്ഞില്ലേ, മുദബ്ദബീന ബൈന ദാലിക്, ആടിയുലഞ്ഞങ്ങനെ നടന്നുക. ഇത്തരം ആളുകളെ കാത്തിരിക്കുന്നത് എന്താണ്? പരാജയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശോധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഹൃദയത്തെ എപ്പോഴും. അല്ലാഹു പറയാണ്, ഹൃദയം ചത്തുപോയാൽ അവരെയാണ് ഖുർആൻ വിളിച്ചത് അന്ധത ബാധിച്ചവർ, ഹൃദയം കടുത്തുപോയവർ, ഹൃദയത്തിന് രോഗം വന്നവർ, ഹൃദയത്തിന് മുദ്രവെക്കപ്പെട്ടവർ. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നുള്ളത്. ഇനി ഇത് വന്നുള്ള പ്രശ്നം എന്താ അറിയോ പ്രിയപ്പെട്ടവരെ? ഈമാനികപരമായ അന്തരീക്ഷത്തൊന്നും അത്തരം കൂട്ടുകാരന്മാരും അത്തരം സാഹചര്യങ്ങളിലൊന്നും നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ബന്ധപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാല് ഹറാമുകൾ നല്ലോണം നമ്മളെത്തുണ്ടാവുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണേ, നമ്മളെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണേ. എന്റെ ഫോൺ ചാറ്റിൽ ആരോടൊക്കെ ഞാൻ ചാറ്റ് ചെയ്യുന്നു, എന്റെ മൊബൈലിന്റെ സെർച്ച് എഞ്ചിനുകളിൽ എത്ര ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞാലും ഒരിക്കലും കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകൾ അത് മെഗാ പിക്സൽ ക്യാമറയുടെ പവറിനേക്കാളധികം സുന്ദരമായി റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ലേ? ഖുർആനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കുറച്ച് ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് അത്രേ, ഒരു കുഞ്ഞായത്ത്, യൗമ തുബുല സറായിർ. ഖുർആനിലെ അഖ്വഫു ആയതാണ് യൗമ തുബുല സറായിർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാസ്ക് ചീന്തും എന്നതിനർത്ഥം. മാസ്ക് ചീന്തും, നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ആളല്ലോ. കഥകടഞ്ഞാൽ നമ്മളാരാ? തന്റെ നെഞ്ചിൽ മൊബൈൽ ഫോണും പിടിച്ച് കഥകടഞ്ഞാൽ നമ്മളാരാ? അതൊരു ചോദ്യമാണ്. അന്യനാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹം കാണുന്നത് പോലെ തന്നെയാണോ? അതായത് രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ലോകം എന്നാ പറയുന്നത്. അതുകൊണ്ട് ഹറാമ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചോളി, ഓൽക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവില്ല, ഓൽക്ക് ഒന്നൊരു ഏകാഗ്രത ഉണ്ടാവില്ല. പിന്നെ എന്താ സംഭവിക്കാറ് അല്ലേ? അതായത് നുഖ്തത്തുൻ സൗദാ, ഹറാമുകൾ ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തിൽ വീഴുന്നത് കറുത്ത പുള്ളിയാണെന്ന് വഹയിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ അധികരിച്ച് ആ തിന്മ പിന്നെ ഇതൊക്കെ ഇപ്പൊ തിന്മയാണോ എന്ന് തോന്നുന്ന കോലത്തിലേക്ക് ഒരു ഹൃദയത്തെ മാറ്റപ്പെടുന്ന, പിന്നെ ആ ഹൃദയം കട്ടിയായി പോകും. ഏതുപോലെ ഫഖസത്ത് ഖുലൂബുഹും. പിന്നെ പ്രമാണങ്ങളെ നിഷേധിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. എന്ത് ദയവത്ത്, എന്ത് താടി, എന്ത് നെരിയാണ് എന്റെ മേലെ ഡ്രസ്സ്, എന്ത് ഹിജാബ്, ഇതൊക്കെ ആ രോഗം പിടിപെട്ട ടീമുകളാണ്. എന്നാൽ ഈമാനിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരാൾ തെറ്റി സഞ്ചരിക്കുമ്പോൾ നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? ആ ഹൃദയത്തിൽ ഇപ്പോൾ ഈമാൻ പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാറൂല സഹോദരങ്ങൾ. എത്ര ആളുകൾ മരിച്ച ഹൈവേ റോഡിൽ ആക്സിഡന്റായി കിടക്കുന്ന, രക്തം ഒലിച്ച് കിടക്കുന്ന ആള്, അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന, ആക്സിഡന്റായി ചിതറിക്കിടക്കുന്നവന്റെ ശരീരം പോളിത്തീൻ ഷീറ്റിലേക്ക് വാരിയിട്ട് ആംബുലൻസിലേക്ക് കയറ്റി കൊടുത്ത കൈകളാകാം. ആ ഹൃദയം മാറൂല. എന്നിട്ട് ഹൃദയം മാറൂല. ഒരുപക്ഷെ മയ്യത്തിനെ ചുമന്നുപോയവനാകാം, ആ മയ്യത്തിനെ കുളിപ്പിച്ചവനാകാം, ആ മയ്യത്തിനെ 6 അടി മണ്ണിലേക്ക് ഇറക്കിയവനാകാം, ആ മയ്യത്തിന്റെ ഖബറിന്റെ മുകളിലേക്ക് 3 പടി മണ്ണ് വാരിയിട്ടവനാകാം. പക്ഷേ ഒരിക്കലും ആ ഹൃദയത്തിന് ഒരു മാറ്റമല്ല. ആ ഏതാനും മണിക്കൂറുകളാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഹുതുബ കേൾക്കുമ്പോൾ നന്നാകണമെന്ന് തോന്നും. പുറത്തിറങ്ങി നമ്മുടെ സ്വന്തക്കാരിലേക്ക് ബന്ധക്കാരിലേക്ക് പോയാലോ നമ്മുടെ ഹൃദയം മാറുന്നു. എന്താ പ്രശ്നം? ഈമാനിന് ചാർജില്ല. ഈമാനിന് ചാർജില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്നൊരു സഹാബി കേട്ടു. ഏതാണ് ആയത്ത്? അല്ലേ, വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന ലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. നിങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിന്റെ മുമ്പിലേക്ക് വരാത്തവരായി ആരുമില്ലെന്നാണ്.
അക്രമികളായ ആളുകളെ മുഖം കുത്തിയ നിലക്ക് നരകത്തിലേക്ക് വലിച്ചെറിയും. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തഖ്വ പാലിച്ചവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ആയത്തിൽ സഹാബി കരയാ, കരച്ചിൽ നിർത്തിയിട്ട് വീട്ടിൽ എത്തിയിട്ടും കരയാ. ഭാര്യയുടെ ചോദ്യത്തിന് മറുപടിയില്ല. അവസാനം അയാളെ കരച്ചിലുണ്ട്, ഭാര്യയും കരഞ്ഞു. എന്തിനാ കരയുന്നെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇന്നൊരു ആയത്ത് കേട്ടു. 60 വയസ്സായവരെ, 50 വയസ്സായവരെ, 40 ആയവരെ, 30 ആയവരെ, അതിന്റെ താഴെയുള്ളവരെ, ഇടയിലുള്ളവരെ ആലോചിക്ക്. ഇത്രയും പുരുഷായുസിനിടയിൽ എപ്പോഴെങ്കിലും അള്ളാന്റെ കലാമ കേട്ട് കണ്ണ് നനയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മൾ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കേണ്ട കാര്യമല്ലേ? അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും നന്മയോട് താല്പര്യമുള്ള ഹൃദയത്തിന്റെ ഉടമകളാകണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുക. അത്തരം ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുകൂടുക. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഈ നന്മയിൽ നിന്ന് ഇങ്ങനെ പിന്തിരിഞ്ഞ് നമ്മൾ പോവുക? നിങ്ങൾ ചില ആൾക്കാരെ വിളിച്ചു നോക്കുകയാണ്, ഒരു ദഅവത്തുണ്ട്, ഒരു സ്ക്വാഡ് വർക്ക് ഉണ്ട്, ഒരു വിജ്ഞാനവേദി ഉണ്ട്, ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര ആൾ ഈ പരിസരത്തുള്ള വരലുണ്ട് അറിഞ്ഞൂടാ. നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ തിരക്കല്ലേ? ആരാണ് നിനക്ക് ജോലി തന്നത് സഹോദര? ആരാണ് നിനക്ക് വീട് തന്നത് സഹോദരി? ആരാണ് നിനക്ക് ജീവിതം തന്നത് സഹോദര? ആ റബ്ബിന്റെ കലാമ പഠിക്കാൻ ഞാൻ നേരത്തെ ആവർത്തിച്ച് വീണ്ടും പറയാണ്, ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. അതിലൊരു മണിക്കൂർ നമുക്ക് റബ്ബിന് കൊടുത്തൂടെ? അവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഈമാൻ കിട്ടേ. അത് നമ്മളെ തിരക്കിട്ട ജോലിന്ന് കിട്ടൂല. അതൊക്കെ നിങ്ങൾ എടുത്തോളി, അതൊക്കെ നമുക്ക് വേണ്ട തന്നെയാ, ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ പറ്റതിന്റെ പിന്നാലായാലോ? ഒരു ജുമാമ മാത്രം നമ്മുടെ ദീൻ ഒതുക്കിയാലോ? ഒരു 5 നേരത്തെ നിസ്കാരത്തിൽ മാത്രം നമ്മുടെ ദീൻ ഒതുക്കിയാലോ? അല്ലാഹു പറഞ്ഞില്ലേ, ഹത്താ യുഅഖിറുഹുമുല്ലാഹു ഫിന്നാർ, നരകത്തിലേക്കാണ് കൊണ്ടുപോയി പിന്തിപ്പിക്കുന്നത് വരെ നിങ്ങൾ ഈ മാറി നിൽക്കൽ അതുവരെ ഉണ്ടാകും. അല്ലാഹു ഖുർആനിൽ പച്ചക്ക് പറയാ. ഈ 2025 തലമുറ നോക്കി പറഞ്ഞ പോലല്ലേ? ആലോചിച്ചു നോക്കുക. ഇമാം മാലിക്കിന്റെ അറിയപ്പെട്ട ശിഷ്യനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിയെ കുറിച്ച് ഒന്നും ഇമാം മാലിക് വീട്ടിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് നല്ലൊരു സ്റ്റുഡന്റ് ഉണ്ട്, നല്ല ബുദ്ധിയാണ്, നല്ല ഹിഫ്ളിന്റെ ശക്തിയാണ്, നല്ല ടാലന്റാണ് എന്നും പറയും. ഇപ്പൊ വീട്ടുകാർ പറഞ്ഞു, എന്നാ ഞങ്ങൾക്ക് നിങ്ങളെ ശിഷ്യനൊന്ന് കാണിച്ചു തരൂപ്പ. മകള് ഭാര്യയൊക്കെ ചോദിക്കും. അടുത്ത ദിവസം വന്നപ്പോ ഇമാം ഷാഫിനെ കൂട്ടി വീട്ടിലേക്ക് പോയി. ഇമാം ഷാഫിനെ കുറിച്ച് ഇമാം മാലിക് പറയലെന്തറിയോ? മിതമായ ഭക്ഷണം കഴിക്കുന്നവനാണ്, ദുനിയാവിനോട് വിരക്തിയുള്ളവനാണ്, ഒരിക്കലും രാത്രി നിസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കാത്ത എന്റെ സ്റ്റുഡന്റാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഈ മകനെ ഈ സ്റ്റുഡന്റിനൊന്ന് കാണാൻ കുടുംബക്കാരെ വീട്ടിൽ ക്ഷണിക്കാൻ പറഞ്ഞു. ഭക്ഷണം വിളമ്പി. ഷാഫി ഇമാം നല്ലോണം തിന്നു. അപ്പൊ അത് കുടുംബം അങ്ങനെ നോക്കുകയാണ്. എന്താ പറഞ്ഞിരുന്നത്? മാലിക് കുറച്ചേ കഴിക്കൊള്ളുന്നു. ഷാഫി ഇമാം നല്ലോണം കഴിക്കുകയാണ്. പിന്നെ രാത്രി നിസ്കാരം പതിവുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് റൂമിന്റെ മുന്നിൽ ഒരു തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചു. നേരം വെളുക്കുമ്പോൾ അതിൽ വെള്ളം അല്ലെങ്കിൽ ഒന്നുകൊടുത്ത് നിസ്കരിച്ചു എന്ന് മനസ്സിലാക്കാലോ. നേരം വെളുത്തപ്പോ വെള്ളം അതേപോലെ കണ്ട് ഒന്നുകൊടുത്തിട്ടില്ല. സ്റ്റുഡന്റ് പോയി ഉപ്പാനോട് അല്ലെങ്കിൽ ഭർത്താവിനോട് വീട്ടിലുള്ളവർ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ക്വാളിറ്റികളൊന്നും ഞങ്ങൾ അദ്ദേഹത്തിൽ കണ്ടില്ലല്ലോ. ഷാഫി ഇമാമിനെ വിളിച്ചിട്ട് ഇമാം മാലിക് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ നല്ലോണം ഭക്ഷണം കഴിച്ചൊരു അവസ്ഥയെക്കുറിച്ച് വീട്ടുകാർ പറഞ്ഞു, എന്തേ മിതമായ ഭക്ഷണത്തിൽ നല്ലോണം കഴിച്ചത്? ഷാഫി ഇമാം പറഞ്ഞു, അത്രേ, എന്റെ ഉമ്മ മരിച്ചിട്ട് ഉസ്താദെ കാലങ്ങളായി, രുചികരമായ ഭക്ഷണം ഇന്നലെ ഉസ്താദിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് കിട്ടിയത്, കുറച്ചധികം കഴിച്ചു പോയതാണ്. എന്തുകൊണ്ടാണ് രാത്രി നിസ്കരിക്കാതിരുന്നത്? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉസ്താദ്, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോ അള്ളാഹിന്റെ റസൂലും സഹാബികളും ഒക്കെ നടന്ന ഇടവഴികളിലൂടെയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് മദീനയിലേക്ക് വന്നത്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ കിടന്ന് ആലോചിക്കുകയായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ജീവിതവും സഹാബത്തിന്റെ ത്യാഗവും ഒക്കെ ആലോചിച്ച് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇശാഇന്റെ അടുത്ത വുളു എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒന്നുകൂടെ തന്നെ ഞാൻ രാത്രി സ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് പുറത്തെ വെള്ളം വേസ്റ്റ് ആക്കുന്നത് എന്ന് ചോദിച്ച ഇമാം ശാഫിഈമാരൊക്കെ ജീവിച്ചു പോയൊരു ലോകം. അതേപോലെ ഞമ്മക്കാകാൻ പറ്റൂല. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലേ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവനാരാണോ അവന് ജന്നത്താൻ, 2 സ്വർഗമുണ്ട്. അതിന്റെ തഫ്സീറിൽ കാണാം, 2 സ്വർഗം എന്ന് പറഞ്ഞാൽ ഖബറിൽ അവന്റെ സ്വർഗമാണ്, പരലോകത്തിൽ ഒരു സ്വർഗം.
അതുകൊണ്ട് നമുക്ക് മടങ്ങാം അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട്. കുറെ ലക്ഷ്യങ്ങളിൽ ഒന്നല്ല സ്വർഗം, പ്രധാനപ്പെട്ട ലക്ഷ്യമാകണം സ്വർഗം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നന്മയിലേക്ക് നടക്കുന്നവരായിരുന്നു അവർ എന്നല്ല പറഞ്ഞത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഅബൻ വറഹബ. പ്രവാചകന്മാർ നമുക്ക് മാതൃകകളാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താ? അവർ നന്മയിലേക്ക് യുസാരിഊന. ദുനിയാവിന്റെ വിഷയം പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്? വംശൂ ഫീ മനാകിബിഹാ. അല്ലാഹുവിന്റെ ദുനിയാവിൽ മഈശത്തിന് വേണ്ടി നിങ്ങൾ നടക്കുക എന്ന് പറഞ്ഞു. പരലോകത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴോ യുസാരിഊന എന്ന് പറഞ്ഞു, ധൃതിയിൽ മുന്നേറും. ദുനിയാവിന്റെ വിഷയത്തിൽ നടന്നോ എന്ന് പറഞ്ഞു, പരലോകത്തിന്റെ വിഷയത്തിൽ ധൃതിപ്പെട്ടോ എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് കാണാം, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. അവിടെയും ധൃതിപ്പെടാനാണ്. നമ്മൾ ഏതിലപ്പോ ധൃതി കാണിക്കണം? സ്വന്തം മനസ്സിനോട് ചോദിച്ച് മാർക്കിട്ടോളി. ഇപ്പൊ തന്നെ ദുനിയാവിന്റെ പിന്നാലെ സ്പീഡ് കൂടുന്നുണ്ടോ, പരലോകത്തിന്റെ പിന്നാലെ സ്പീഡ് കുറവാണോ? നമ്മൾ ആലോചിക്കുക. നമ്മളെ ഈമാൻ അളക്കാനുള്ള ഒരു മാർഗമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ ആയത്തെ അറിയണം. വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു അധ്യായത്തിലെ ശ്രദ്ധേയമായ ഒരു മഹാമനുഷ്യനെ മാറ്റിയ ആയത്ത് 57-ാം അധ്യായം സൂറത്ത് ഹദീദിലെ 16. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരാമം കുറിക്കുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു താബിഈ ഉണ്ടായിരുന്നു. സഹാബത്തിനെ കണ്ട് ജീവിച്ച മഹാമനുഷ്യൻ. അദ്ദേഹം ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചാണ്. നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് തന്നെ മരുഭൂമിയിലെ ചെന്നായ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി ഒരു സ്ത്രീലംബടനായിരുന്നു. സ്ത്രീകളോട് വല്ലാതെ കൊഞ്ചിക്കുഴയുക, അവരുമായി പറ്റുമെങ്കിൽ ശാരീരബന്ധത്തിൽ ഏർപ്പെടുക, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ഇപ്പൊ പറയുന്നതിൽ ഇത് ലജ്ജയുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ മാറ്റം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയണം. ഫുളൈൽ ഇബ്നു ഇയാദ് ഒരിക്കൽ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വീട്ടിൽ നിറങ്ങാണ്. എന്തിനു വേണ്ടി? ഏതെങ്കിലും സ്ത്രീകളെ കണ്ടാൽ അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാൻ, കൂടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ അന്നത്തെ യാത്രയിൽ അദ്ദേഹത്തിന് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആ സങ്കടം കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് മനസ്സ് തപിച്ച് ഭ്രാന്തനെ പോലെ നടന്നു വന്നെന്ന് അദ്ദേഹം പറയാണ്. വീടിന്റെ കതക് അമർത്തി അടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. വീടിനുള്ളിൽ അയൽവാസിയായ ഒരു മതിലിന്റെ അപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരിയുടെ വീട്ടിലേക്ക് അദ്ദേഹം അവളെ പ്രാപിക്കാൻ വേണ്ടി ഭ്രാന്ത് പിടിച്ചു പോകുമ്പോൾ കുറെ വീടുകളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹം കേട്ട ആയത്തായിരുന്നു അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് മനസ്സുകൾ കിടുങ്ങാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഈ ആയത്ത് കേട്ടപ്പോ ഫുളൈൽ പറയാണ്, എന്തിനു വേണ്ടിയാണോ ഞാൻ പോയത് അതവിടെ സ്റ്റോപ്പിട്ട് മതില് തിരിച്ചു ചാടി ഞാൻ എന്റെ റൂമിൽ വന്ന് എന്റെ കട്ടിലിരുന്ന് 2 താടിക്കും കൈകൾ 2 കൊടുത്ത് ഞാൻ താടിക്ക് 2 കൈകളും കുത്തിവെച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്താണ് എന്റെ ജീവിതത്തിന്റെ പോക്ക്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? ആ ചിന്ത അദ്ദേഹത്തെ ഇസ്ലാമിലെത്തിച്ചു. അദ്ദേഹത്തെ മാറ്റിയ ആയത്താണ് അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അത് വലിയൊരു ആയത്താണ്. അതിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ കേൾപ്പിച്ചത്. അതെന്തിനാ പറഞ്ഞതറിയോ? ആ ഫുളൈൽ ഇബ്നു ഇയാദ് മാറിയെന്ന് മാത്രം. സഹോദരങ്ങളെ, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ദീന് പഠിക്കുന്ന സദസ്സുണ്ടെങ്കിൽ പൊയ്ക്കോളിൻ കൂട്ടരേ എന്ന് അദ്ദേഹം പറയും. ലോകമറിയപ്പെട്ട ആലിമ പറയാം. കാരണം ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരറിവായിരിക്കും നിങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്താൻ കാരണമാവുക എന്നാണ്. നമ്മൾ പങ്കെടുക്കാറുണ്ടോ? നമ്മളെ ഈമാനെ പുതുക്കാറുണ്ടോ? നമ്മളെ ഈമാനെ തിളക്കം കൂട്ടുള്ള വഴികൾ അതൊക്കെയാണ്. അത് നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം മാറിയെന്ന് മാത്രമല്ല, ആബിദുൽ ഹറമൈൻ, 2 ഹറമിലെയും ആരാധന നിമഗ്നനായ ഒരു മനുഷ്യൻ എന്നുള്ള പേരാണ് പിന്നീട് അദ്ദേഹത്തിന് ലോകം കൊടുത്തത്. ഇന്ന് അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അത്രയും ആബിദായി മാറി. വീട്ടിൽ നിന്നുള്ള പുറത്തേക്കുള്ള ഇറക്കം കുറഞ്ഞു. പഴയ ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോയാലോ എന്ന് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ തിരിച്ചു.
ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കുറച്ച് ആളുകൾ ചെന്നപ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തുനിന്ന് വിളിക്കുകയാണ്, ഫുളൈലേ ഫുളൈലേ എന്നിങ്ങനെ വിളിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പുറത്തു വരുന്നില്ല. അവസാനം അയൽവാസി ഒരാൾ ഇടപെട്ട് ചോദിച്ചു, നിങ്ങൾ ആരെയാ വിളിക്കണേ? ഫുളൈലിനെയാണോ? എങ്കിൽ ഇങ്ങനെ ഒച്ചിട്ട് വിളിച്ചാലും അദ്ദേഹം പുറത്തു വരില്ല. നിങ്ങൾ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തിൽ നിന്ന് കുറച്ച് ആയത്തുകൾ ഉറക്ക ഓതിക്കോ, അദ്ദേഹം പുറത്തു വരും. അങ്ങനെ അവർ ഓതി ആയത്തായിരുന്നു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. അങ്ങനെ തുടർന്ന് ഓതി. നമുക്കൊക്കെ അറിയുന്ന തകാസുറിലെ ആയത്തുകളെ ഓതി. കുറച്ചു കഴിഞ്ഞപ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് ഫുളൈൽ പുറത്തു വന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 80. അദ്ദേഹം പറയുന്നു, ബലഗതു 80 വജസ്തുഹാ ഫമാദാ അമ്മീ ലൗ അൻതളിർ അലതിനി സുനൂൻ ഫഅബ്ലൈതനി ഫമാദാ അമ്മീ മാ യുൻതളിർ. 2 വരി കവിതകൾ കരഞ്ഞുകൊണ്ട് പാടി. ചുളിഞ്ഞ കണ്ണുകളിലൂടെ സജലമായ ആ കണ്ണുങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് പറഞ്ഞെന്താ, 80 വയസ്സായി, ഇനി എനിക്ക് എന്താ ആഗ്രഹിക്കാൻ? മുടികൾ നരച്ചു, എല്ലുകൾ ബലം കുറഞ്ഞു, ഇനി എനിക്ക് എന്താ ആഗ്രഹിക്കാൻ എന്ന് പറഞ്ഞ ഫുളൈലുമാരെ മാറ്റിയെടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ശാദ്വല തീരത്ത് നിനക്ക് സമാധാനമുണ്ട്. നീ എന്തൊരു സമാധാനക്കേടുമായി അലയുന്നോ, ആ സമാധാനം നിന്നെ കാത്ത് ഖുർആനിൽ കാത്തിരിക്കുന്നു. അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക, ഹൃദയത്തിന്റെ ഈമാനിന്റെ പവർ കൂട്ടുക. ഈമാനില്ലാതെ ഈ ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും നമ്മൾ തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന വിജയികളിൽ സാധുക്കളായ പാപികളായ നമ്മെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞുമറിയാതെ വന്നുപോയ ധാരാളം പാവക്കറകളുണ്ട്. ഈ മഹത്തായ സദസ്സിന്റെ അവസാനത്തിന് മുമ്പായി തന്നെ അള്ളാഹു ഗഫാറായ റബ്ബ്, ഗാഫിറായ റബ്ബ്, തവ്വാബായ റബ്ബ് നമുക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും വലിയ വലിയ മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെ നോക്കി കടന്നു വരുന്ന അത്തരത്തിലുള്ള മഹാപരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്താണോ റബ്ബവന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കുന്നത്, ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗത്തിലൊരു വിശ്വാസി ഒരുക്കി വെച്ച മഖാദൽ കണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.